ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് സ്വീഡൻ ജോയിൻറ്റ് നേറ്റോ, പെനിസിലിൻ ജി, സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ, ഉന്നതി 2024, 90-70-90 ടാർഗറ്റ്, ടൂറിസം ഇൻ വൈൽഡ് ലൈഫ് പാർക്സ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് കാബോ ഡെൽഗാഡോ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വീഡൻ നാറ്റോയിൽ ജോയിൻ ചെയ്തതിനെ കുറിച്ചാണ്. അമേരിക്ക ലീഡ് ചെയ്യുന്ന മിലിറ്ററി അലയൻസ് ആയിട്ടുള്ള നേറ്റോയിൽ 32ാമത്തെ അംഗരാജ്യമായിട്ട് സ്വീഡൻ ജോയിൻ ചെയ്തതിനെ കുറിച്ചിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വേൾഡ് പേജിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേറ്റോയിലെ 32ാമത്തെ അംഗരാജ്യമായിട്ടാണ് ഇപ്പോൾ സ്വീഡൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ നേറ്റോനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നേറ്റോനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നേറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ബേസിക്കലി നോർത്ത് അറ്റ്ലാന്റിക് റീജിയനിലുള്ള അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷൻ്റെ രണ്ട് സൈഡിലായിട്ട് നോർത്തേൺ റീജിയനിൽ കിടക്കുന്ന വെസ്റ്റേൺ യൂറോപ്പിലെയും നോർത്ത് അമേരിക്കയിലെയും ചില രാജ്യങ്ങളുടെ ഒരു മിലിറ്ററി അലയൻസ് ആണ്. 1949 ഏപ്രിൽ 4 കോൾഡ് വാറിൻ്റെ ഒക്കെ തുടക്ക കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനെതിരായിട്ടുള്ള ഒരു മിലിറ്ററി അലയൻസ് എന്നുള്ള രീതിയിലാണ് നേറ്റോ ഫോം ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഇതിനകത്ത് ഈ സ്വീഡൻ ഉൾപ്പെടെ 32 രാജ്യങ്ങളാണുള്ളത്. അതിനകത്ത് 30 രാജ്യങ്ങളും യൂറോപ്പിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ബാക്കി 2 നോർത്ത് അമേരിക്കയിൽ നിന്നുമാണ്. നോർത്ത് അമേരിക്കയിൽ നിന്നുള്ള 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് കാനഡയും അതുപോലെ തന്നെ USA നേറ്റോയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രസൽസിലാണ്, അതായത് ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ബ്രസൽസിലാണ്. ഇപ്പോൾ ഈ നേറ്റോക്ക് സമാനമായിട്ടുള്ള രീതിയിൽ കോൾഡ് വാറിൻ്റെ സമയത്ത് മറ്റൊരുപാട് മിലിറ്ററി അലയൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് US തന്നെ ലീഡ് ചെയ്യുന്ന സെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ, അതുപോലെ തന്നെ സീറ്റോ അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന മിലിറ്ററി അലയൻസുകൾ ഉണ്ടായിരുന്നു. അതുകൂടാതെ സോവിയറ്റ് യൂണിയൻ്റെ ലീഡർഷിപ്പിലുള്ള വാസോ പാക്ട് എന്ന് പറയുന്ന മറ്റൊരു മിലിറ്ററി അലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ കോൾഡ് വാർ 1991 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോട് കൂടിയിട്ട് കോൾഡ് വാർ അവസാനിച്ചപ്പോൾ ഈ ബാക്കിയുള്ള മിലിറ്ററി അലയൻസുകളെല്ലാം തന്നെ ഇല്ലാതായെങ്കിലും നേറ്റോ ഈ കോൾഡ് വാറിന് ശേഷവും കണ്ടിന്യൂ ചെയ്തു എന്ന് മാത്രമല്ല ഇത് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോൾഡ് വാർ അവസാനിക്കുന്ന സമയത്ത് വെസ്റ്റേൺ യൂറോപ്പിൽ ജർമ്മനി വരെയുള്ള രാജ്യങ്ങളായിരുന്നു നേറ്റോ മെമ്പേഴ്സ് ആയിരുന്നെങ്കിൽ 1990കളിലും 2000ൻ്റെ തുടക്കത്തിലുമായിട്ട് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് സോവിയറ്റ് ബ്ലോക്കിൽപ്പെട്ടിരുന്ന ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളും അത് കൂടാതെ സോവിയറ്റ് യൂണിയനിലെ അംഗങ്ങളായിരുന്ന പല രാജ്യങ്ങളും, ഇപ്പോൾ ലിത്വാനിയ, ലാത്വിയ, എസ്തോണിയ ഒക്കെ പോലുള്ള ബാൾട്ടിക് സ്റ്റേറ്റുകൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ നേറ്റോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് റഷ്യ നേറ്റോനെ അവർക്കൊരു സ്ട്രാറ്റജിക് ത്രെട്ടായിട്ട് കാണുന്നതും ഇപ്പോൾ ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഒക്കെ ഒരു കാരണവും ഈ നേറ്റോയുടെ എക്സ്പാൻഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നേറ്റോയുടെ ഒരു ഫൗണ്ടിങ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി എന്ന് പറയുന്ന ഒരു എഗ്രിമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രീറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു ട്രീറ്റി ഹോൾഡ് ചെയ്യുന്നത് ബേസിക്കലി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ട്രീറ്റി സൈൻ ചെയ്തിട്ടാണ് ഈ നേറ്റോയിൽ രാജ്യങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ ഈ ട്രീറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ആർട്ടിക്കിൾ 5 ആണ്. ഈ ആർട്ടിക്കിൾ 5 പറയുന്നത് നേറ്റോയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെതിരായിട്ട് ഒരു എക്സ്റ്റേണൽ പവറിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനെതിരായിട്ടൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആർട്ടിക്കിൾ 5 റിവോക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 5 അവർക്ക് ഇൻവോക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻറ്റയർ നേറ്റോക്കെതിരായിട്ടുള്ള ആക്രമണമായിട്ട് കണക്കാക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾ 5 പ്രൊട്ടക്ഷൻ ആ രാജ്യത്തിനകത്തുണ്ടാകുന്ന ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇഷ്യൂസിന്, സിവിൽ വാർ ലൈക്ക് സിറ്റുവേഷൻസിനൊന്നും ബാധകമല്ല എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത് പെനിസിലിൻ ജി എന്ന് പറയുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു ഡ്രഗിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എക്സ്പ്ലെയിൻഡ് പേജിനകത്ത്, എക്സ്പ്ലെയിൻഡ് എന്ന് പറയുന്ന പേജിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള കാരണം ഈ പറയുന്ന പെനിസിലിൻ ജിയുടെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ 1970കളിൽ ഒന്ന് അവസാനിച്ചതായിരുന്നു. അപ്പോൾ അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ്, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അത് ബേസിക്കലി ഇപ്പോൾ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം PLI സ്കീമിൻ്റെ ഒരു സക്സസ് ആയിട്ടൊക്കെയാണ് ഗവൺമെൻറ് ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ഡ്രഗിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെനിസിലിൻ ജി എന്ന് പറയുന്നത് ഒരു പൊട്ടാഷ്യം അല്ലെങ്കിൽ സോഡിയം ഒക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആണ്. അതുകൂടാതെ ഇതൊരു
ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റും കൂടിയാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ API കൂടിയാണെന്ന് മനസ്സിലാക്കുക. അതായത് ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള മരുന്നുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്, എസ്പെഷ്യലി ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള മരുന്നുകൾ നിർമ്മിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പെനിസിലിൻ G എന്ന് പറയുന്നത്. സോ ഇത് US ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചില സീരിയസ് ആയിട്ടുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന്, ഇപ്പോൾ ന്യൂമോണിയ, അതുപോലെ തന്നെ മെനിഞ്ചൈറ്റിസ്, അതുപോലെ തന്നെ സിഫിലിസ്, ഇങ്ങനെയുള്ള ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനൊക്കെ സീരിയസ് കേസുകളിലൊക്കെ ഇത് ആൻറ്റി ബാക്ടീരിയൽ ഡ്രഗായിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇതൊരു ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് കോമൺ ആയിട്ടുള്ള കുറേ ആൻറ്റിബയോട്ടിക്സ് നിർമ്മിക്കുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഇങ്ങനെ ഒരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബയോ അവൈലബിലിറ്റി, അതായത് ഓറൽ മെഡിക്കേഷന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ബയോ അവൈലബിലിറ്റി കാരണം ഇത് സാധാരണഗതിയിൽ ഇഞ്ചക്ഷൻ ആയിട്ടാണ് എടുക്കാറുള്ളത് എന്നും മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആണ്. സോ ഈ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു വരുന്ന ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ്, അതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈൽഡ് അനിമൽസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കർഷകരുടെ ഭാഗത്തു നിന്നൊക്കെ, അല്ലെങ്കിൽ ഈ കുടിയേറ്റ മേഖലകളിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള സമരങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് കേരളത്തിലെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സംഭവങ്ങൾ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അതിൻ്റെ റാമിഫിക്കേഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഈ മാർച്ച് 6 കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് കേരളത്തിലെ മാൻ അനിമൽ കോൺഫ്ലിക്റ്റുകൾ ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പക്ഷേ അതേസമയം ഒരു കാര്യം ഓർത്തിരിക്കുക, ഒഡീഷ സ്റ്റേറ്റ് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സ്നേക്ക് ബൈറ്റ്, ഓക്കെ, അതായത് പാമ്പ് കടി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഈ പറയുന്ന സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ നമ്മൾ ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് കഴിഞ്ഞാൽ, ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാട്ടാനയോ അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തോ അങ്ങനെയുള്ള ജീവികളൊക്കെ മനുഷ്യവാസ മേഖലകളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഡീൽ ചെയ്യുന്നത് നിലവിലെ അവസ്ഥയിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്തുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനകത്തുള്ള ഈ പ്രൊവിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതിന് ഇപ്പോൾ ഈ മൃഗത്തിനെ വെടിവെക്കാനാണെങ്കിലും അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാനാണെങ്കിലും ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതിനുള്ള പ്രൊസീജിയറലായിട്ടുള്ള ആസ്പെക്ട്സ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രധാനമായിട്ടും ഒരു സംസ്ഥാനത്തിനകത്തുള്ള ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങളുള്ളത്. ഒരു സംസ്ഥാനത്തിനകത്ത് ഒരു ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രൊസീജിയർ പാലിച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ അതേസമയം ഇത് ഒരു സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഡിസാസ്റ്ററുകളെ നാഷണൽ ഡിസാസ്റ്റർ എന്നോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്നൊക്കെ ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഏതെങ്കിലും ഒരു സംഭവത്തിനെ നാഷണൽ ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്യാം, സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ടും ഡിക്ലെയർ ചെയ്യാം. അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിനെ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുക. അപ്പോൾ പിന്നെ ആ കാര്യം ഡീൽ ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നാഷണൽ ലെവലിൽ ഒരു നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റീസ് ഉണ്ടാവും, ഡിസ്ട്രിക്ട് കളക്ടർ ഹെഡ് ചെയ്യുന്ന. അപ്പോൾ ഇവർക്കൊക്കെ ഇതിനകത്ത് വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ പറ്റും. അത് മാത്രമല്ല, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത് വളരെ ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് അനുസരിച്ച് നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് അത് ഏത് സ്പെസിഫിക് സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ തീരുമാനം എടുക്കുന്നത് ആ സംഭവമായിട്ട് ഡീൽ ചെയ്യുന്ന മറ്റുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഈ കേസിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ കേസിലാണെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നൊരു നിയമം ഇപ്പോൾ മൃഗങ്ങളെ സംരക്ഷിക്കാനുണ്ടെങ്കിൽ പോലും അത് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലേക്ക്, മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുകൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ കീഴിലേക്ക് വരുന്നതോടുകൂടി ഈ നിയമത്തിന് മറ്റുള്ള നിയമങ്ങളെ ഓവർ റൈഡ് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതായത് ഈ പറയുന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം പാലിക്കാതെ തന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീസിന് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുകൾ ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 71 അനുസരിച്ച് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രമാണ്. അതൊരു സ്യൂട്ടായിട്ട് ഫയൽ ചെയ്ത് മാത്രമേ സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ
ഇത്തരത്തിലുള്ള അതോറിറ്റീസ് എടുക്കുന്ന തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്ത് വളരെ ക്വിക്കായിട്ട് ഡിസിഷൻസ് എടുക്കാനും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഇതോടുകൂടി സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് കോൺസിക്വൻസും കൂടി ഒന്ന് ആലോചിക്കുക. പലപ്പോഴും ഈ പറയുന്ന മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ട് ആളുകൾക്ക് ജീവഹാനിയോ അല്ലെങ്കിൽ സ്വത്തിന് ഉള്ള നഷ്ടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾ സാധാരണഗതിയിൽ ഒരു മോബ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നൊരു സംഭവത്തോട് വർക്ക് ചെയ്യും. അതായത് ആളുകൾ ഈ വൈൽഡ് അനിമലിനോട് ഇതിനുള്ള റൂട്ട് കോസസിനെ കുറിച്ചൊന്നും പരിശോധിക്കാതെ തന്നെ ഒരു റിവെഞ്ച് മോഡിലേക്ക് മാറും. ഇപ്പോൾ ഒരു കാട്ടാനയുടെ അല്ലെങ്കിൽ കാട്ടുപോത്തിൻ്റെ ഒക്കെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ നാട്ടുകാരുടെ ഫസ്റ്റത്തെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കൊല്ലണം എന്നായിരിക്കും. സോ അപ്പോൾ അത് ആ പ്രശ്നത്തിലുള്ള ഒരു സൊല്യൂഷനൊന്നുമല്ല. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് ഇത്തരത്തിലുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവൽ ഓഫീസേഴ്സിന് ഇത്തരത്തിലുള്ള അധികാരങ്ങൾ കിട്ടുന്ന സമയത്തുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പറയുന്ന പബ്ലിക്കിൻ്റെ ഒട്ടും ചിന്തിക്കാതെയുള്ള പ്രഷറിന് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനനുസരിച്ച് പ്രവർത്തിക്കാൻ പലപ്പോഴും ഗവൺമെൻറ് ഫോഴ്സ് ചെയ്യപ്പെടും, എസ്പെഷ്യലി ഒരു ഇലക്ഷൻ്റെ ഒക്കെ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു നെഗറ്റീവ് ആംഗിളും ഇത്തരത്തിൽ ഇതിനെ സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് ഡിക്ലെയർ ചെയ്തതിനുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഉന്നതി 2024 എന്ന് പറയുന്ന സ്കീമിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ PIBയിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മളിതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഉന്നതി എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ഉത്തർ പൂർവ ട്രാൻസ്ഫോർമേറ്റീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്കീം എന്നാണ്. ഇത് ബേസിക്കലി നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയന് വേണ്ടിയിട്ടുള്ളൊരു സ്കീമാണ്. ആ ഏരിയയിലുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിലും എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്കീമാണ് ഇത്. ഇതൊരു സെൻട്രൽ സെക്ടറൽ സ്കീമാണെന്ന് മനസ്സിലാക്കുക. ഇതിനകത്ത് 2 പാർട്ടുകളുണ്ട്, പാർട്ട് എയും അതുപോലെ തന്നെ പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എലിജിബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ യൂണിറ്റുകൾക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുന്നതാണ്. പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പാർട്ടി എയുടെ കേസിൽ 60% ഔട്ട്ലേയും 8 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ബാക്കിയുള്ള 40% ഒരു ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള ബേസിസിൽ കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ സ്കീം ഈ പറയുന്ന അവിടെയുള്ള ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ അവിടെ ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഇൻസെൻറ്റീവ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ഇൻസെൻറ്റീവ്സ് ഉണ്ട്, സെൻട്രൽ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഉണ്ട്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ്സ് MSLIs ഉണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഉന്നതി സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. സോ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് 90-70-90 ടാർഗറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ബോൾഡ് സ്റ്റെപ്പ് ടുവേർഡ്സ് സെർവിക്കൽ ക്യാൻസർ ഫ്രീ ഫ്യൂച്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് WHO അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു അവർ ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതായത് ഈ 90-70-90 ടാർഗറ്റ് 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യണം എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് 90% എലിജിബിൾ ആയിട്ടുള്ള ഗേൾസിന് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻസ് ഉണ്ട്. അപ്പോൾ ആ വാക്സിനേഷൻ അവരുടെ 15 വയസ്സ് പൂർത്തിയാവുന്നതിന് മുമ്പ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 70% വുമൺസിന് ഈ സെർവിക്കൽ ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റുകൾ 35 വയസ്സിലും 45 വയസ്സിലും കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 90% സെർവിക്കൽ ക്യാൻസറുള്ള 90% വരുന്ന വുമൺസിനെ ട്രീറ്റ് ചെയ്യും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 ടാർഗറ്റ്സ് 2030 ആകുമ്പോഴേക്കും അച്ചീവ് ചെയ്യണം എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. അപ്പോൾ ഇത് ഈ സെർവിക്കൽ ക്യാൻസർ ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ ലെവലിലുള്ള കുറേ എഫേർട്സിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു 90-70-90 എന്ന് പറയുന്ന ടാർഗറ്റ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഈ സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെർവിക്സിനെ ബാധിക്കുന്ന പ്രധാനമായിട്ടും സെർവിക്സിനെ ബാധിക്കുന്ന ഒരു ക്യാൻസറാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വുമൺസിനെ ബാധിക്കുന്ന ക്യാൻസറുകളിൽ 4ാമത്തെ ഏറ്റവും അധികം വുമൺസിനെ ബാധിക്കുന്ന ക്യാൻസർ ടൈപ്പുകളിൽ 4ാമത്തതാണ് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ വുമൺസിലെ 2nd മോസ്റ്റ് കോമൺ ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഹൈ റിസ്ക് HPV ഉള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഈ HPVs സ്പ്രെഡ് ചെയ്യുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെയാണ്. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇതെല്ലായ്പ്പോഴും മിക്ക സമയത്തും HPVയുടെ സ്പ്രെഡ് സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള പ്രിവെൻഷൻ സ്ട്രാറ്റജീസ്, ഇപ്പോൾ ഇൻക്ലൂഡിങ് നേരത്തെ പറഞ്ഞ HPV വാക്സിനേഷൻ, അതുപോലെ തന്നെ സ്ക്രീനിങ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സെർവിക്കൽ ക്യാൻസർ കേസസ് മിക്ക കേസിലും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു QHPV വാക്സിനാണ് സെർവാവാക് എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ ഒരു വാക്സിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ട്. അതായത് ഇന്ത്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യ ഇൻഡിജീനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ഒരു QHPV വാക്സിനാണ് സെർവാവാക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടൂറിസം ഇൻ വൈൽഡ് ലൈഫ് പാർക്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവരൊരു എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തേക്കുന്നത് ഈ വൈൽഡ് ലൈഫ് പാർക്കുകൾക്കകത്ത് നടക്കുന്ന ടൂറിസത്തിൻ്റെ ചില അഡ്വേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടായിരുന്നു. അതിനുള്ളൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ ഡെവലപ്മെൻറ്റൽ പേർപ്പസിന് വേണ്ടിയിട്ട് ഏകദേശം 6000-ഓളം മരങ്ങൾ വെട്ടിമുറിച്ചതിനെ സുപ്രീം കോടതി വിമർശിച്ചു എന്നുള്ളൊരു ആർട്ടിക്കിളിനെ വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ഈ പറയുന്ന വൈൽഡ് ലൈഫ് പാർക്കുകൾ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലൊക്കെ ഉള്ള ടൂറിസത്തെക്കുറിച്ച് ഇവർ എഡിറ്റോറിയൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലുള്ള ടൂറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് ഒരു തരത്തിലും റിട്ടേൺസ് കൊടുക്കാത്ത, അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് ഫിനാൻഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ഒരു മോണിറ്ററി റിട്ടേൺസ് ഒന്നും കൊടുക്കാത്തൊരു സെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വൈൽഡ് ലൈഫ് പാർക്കുകളെയും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് വലിയ ഇതിൽ പണം ചിലവാക്കുന്ന സമയത്ത് ഒരു പരിധി വരെയൊക്കെ ഇത്തരത്തിലുള്ള പാർക്കുകളിലൂടെ നടത്തുന്ന സഫാരികളിലൂടെയും അല്ലെങ്കിൽ എക്കോ ടൂറിസം പ്രൊജക്റ്റുകളിലൂടെയൊക്കെ പണം കണ്ടെത്താൻ ഗവൺമെൻറ്റിന് അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടി കൺസർവേഷൻ എഫേർട്സിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഇങ്ങനെയുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളിലും പാർക്കുകളിലൊക്കെ താമസിക്കുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു ലിവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള എഫേർട്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ, ഇത്തരത്തിലുള്ള ടൂറിസം പ്രോഗ്രാംസൊക്കെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരേ സമയം ജനങ്ങൾക്കിടയിൽ അവയർനെസ് ഉണ്ടാക്കാനും, ഇപ്പോൾ ഈ ഇവിടെ കൺസർവേഷൻ എഫേർട്സിനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനും ലോക്കൽ കമ്മ്യൂണിറ്റീസിന് ഒരു ലിവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ സഹായിക്കുമെങ്കിലും അതേസമയം ഇത് ഓവറായി കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഈ ഒരു വൈൽഡ് ലൈഫ് പാർക്കുകൾക്ക് വലിയ രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാക്കും, അല്ലെങ്കിൽ അവിടുത്തെ വൈൽഡ് ആനിമൽസിനെയും അതുപോലെ തന്നെ അവിടുത്തെ വൈൽഡ് ലൈഫിനെയൊക്കെ ടോട്ടലി നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഇത് മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുകൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്ന് പറയുന്നുണ്ട്. കാരണം മനുഷ്യനും ആനിമൽസും തമ്മിലുള്ള കോൺടാക്റ്റ് കൂടുകയാണ്. അപ്പോൾ ഈ മൃഗങ്ങളുടെ ആക്രമണം അവിടെ പോകുന്ന ടൂറിസ്റ്റുകൾ നേരിടാനുള്ള സാധ്യതയുണ്ട്, ലോക്കൽ കമ്മ്യൂണിറ്റീസ് നേരിടാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇത് ഒരു തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് വൈൽഡ് ലൈഫ് ടൂറിസമാണ്. കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഇത് വലിയ ഇതിൽ ഇവിടെ ടൂറിസ്റ്റുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ഇവർ കൊണ്ട് കളയുന്ന വേസ്റ്റും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും ഒക്കെ കാരണം ഇത് എക്കോളജിക്കൽ ഡീഗ്രഡേഷന് കാരണമാകും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ വേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒരു പ്രദേശത്ത് കൂടിക്കഴിഞ്ഞാൽ അത് വൈൽഡ് അനിമൽസ് അവരുടെ സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓവർ ക്രൗഡിങ്ങും ഇൻഫ്രാസ്ട്രക്ചർ സ്ട്രെയിനും മറ്റൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, ഞാൻ പറഞ്ഞു ഇപ്പോൾ അത് കുറേയൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും ലോക്കൽ കമ്മ്യൂണിറ്റീസിൻ്റെ പാർട്ടിസിപ്പേഷൻ പല സ്ഥലങ്ങളിലും പേരിന് മാത്രമാണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ വൈൽഡ് ലൈഫ് പാർക്കുകൾ മാനേജ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസീസും അല്ലെങ്കിൽ എക്സ്പേർട്ട് കമ്മിറ്റീസൊക്കെ ബോഡീസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സെൻട്രൽ സൂ അതോറിറ്റിയാണ്. അതുപോലെ തന്നെ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി ഉണ്ട്. ഈ ടൈഗർ റിസർവുകളിലൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു പരിധി വരയ്ക്കത് സെൻട്രൽ സൂ അതോറിറ്റിയാണ് അതിനുള്ള ഗൈഡ് ലൈൻസ് ഇറക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്കോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുക. എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സ്കീംസ് ഉണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റുകൾ പോലുള്ള കാര്യങ്ങളുണ്ട്. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജോയിൻറ്റ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പോലുള്ള പ്രോഗ്രാംസൊക്കെ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട എഫേർട്സ് ആയിട്ട് പറയാനുള്ളത്. ഇനി ഏറ്റവും അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് പ്ലേസസ് ന്യൂസ് ആണ്. അത് കാബോ ഡെൽഗാഡോ എന്ന് പറയുന്ന പ്രദേശമാണ്. സോ ഇപ്പോൾ ഈ കാബോ ഡെൽഗാഡോ എന്ന് പറയുന്നത് മൊസാംബിക്കിൻ്റെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള പ്രൊവിൻസാണ് കാബോ ഡെൽഗാഡോ എന്ന് പറയുന്നത്. സോ ഇത് ഇവിടെ ബേസിക്കലി ഒരു മക്കോണ്ടെ എന്ന് പറയുന്ന ഒരു ട്രൈബ് ഉണ്ട്. അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് അറിയപ്പെടുന്നതാണ് ഈ കാബോ ഡെൽഗാഡോ എന്ന് പറയുന്നത്. അവിടെ അത് കൂടാതെ മക്കുവ അതുപോലെ തന്നെ മ്വാനി എന്നൊക്കെ പറയുന്ന മറ്റുള്ള എത്നിക് മൈനോറിറ്റീസും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു പ്രൊവിൻസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പെമ്പ എന്ന് പറയുന്ന പ്രദേശമാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.